നീനാക്കുറുപ്പാണ് വ്യക്തിത്വ. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, ഈ ഒരു കാര്യം, നീനാക്കുറുപ്പിന് അവരുടെ ലിമിറ്റിൽ നിന്നുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. നമുക്ക് വ്യക്തമാണ് അമ്മയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം. ഇപ്പോൾ ഇന്നലെ ശ്വേതാമേനോൻ കാര്യങ്ങൾ അത്ര സിമ്പിളായിട്ടാണ് അവതരിപ്പിച്ചത്. ആ രീതിയിൽ പ്രശ്നങ്ങളില്ല എന്നവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അൻസിബയുടെ പരാതിയിലെ ഗൂഢാലോചനയൊക്കെ പറയുന്നു. എന്താണ് ഇനി അമ്മ എന്ന സംഘടനയുടെ നീക്കം? ഈ പരാതികൾ എങ്ങനെ പരിഹരിക്കും? എങ്ങനെയാണ് അവരിതിനെ അറ്റൻഡ് ചെയ്യുക? സജിത്ത് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. അത് ഒരിക്കലും അങ്ങനെ കാണാനും കഴിയില്ല. കാരണം നീനാക്കുറുപ്പിൻ്റെ പരാതി അതെന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു പകർപ്പെല്ലാം തന്നെ നമുക്ക് ലഭ്യമായതുമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളുണ്ടല്ലോ, പച്ചത്തെറി അവരൊരു കൂട്ടായ്മയിൽ വെച്ച്, ഒരു സമൂഹ മധ്യത്തിൽ വെച്ച് ഒരംഗത്തെ വിളിക്കുക, അത് മറ്റുള്ളവർ കേൾക്കെ തന്നെ വളരെ അവരെ അപമാനിക്കുക, അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരുടെ പരിമിതമായ, അവരുടെ അനുവദനീയമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരിപ്പോൾ നമ്മളോട് സംസാരിച്ചെങ്കിലും വളരെ കൃത്യമാണ് അതിനകത്ത് ഇത് നടക്കുന്നത് എന്താണ് എന്നത്. ഈ താരസംഘടന എന്ന് പറയുന്ന അതിൻ്റെ പൊലിമയ്ക്കപ്പുറം അത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് എന്നത് അത് അവർ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ആ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഇതിനെ സമൂഹം നോക്കിക്കാണുന്ന, വലിയ ആരാധനയോടെ കാണുന്ന ആ വൃന്ദം തന്നെയാണ്. എന്തായാലും അതിനകത്തുണ്ടായ കാര്യങ്ങൾ കൃത്യമായി അവർ അഡ്രസ്സ് ചെയ്ത് പോകണം. ഇത് ഇപ്പോൾ എത്രാമത്തെ പരാതിയാണ് ഈ രീതിയിൽ വരുന്നതെന്നാണ് ഇവർ പറയുന്നത് പോലെ. ഒരു ഗൂഢസംഘം അങ്ങനെയുണ്ടെങ്കിൽ അത് എന്താണ് എന്നത് വ്യക്തമാകണം. ഇത് കൃത്യമായ രീതിയിൽ ഈ പരാതികൾ പുറത്തേക്ക് വരുമ്പോൾ ഇനി അടുത്ത നീക്കം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അൻസിബയോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയുവാനുള്ളത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം, അതിപ്പോൾ നീനാക്കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു വിശദീകരണം അമ്മ ആവശ്യപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ്. അതിനായിട്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ അമ്മയുടെ ഓഫീസിലേക്ക് ഒരു അനൗദ്യോഗിക എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ തന്നെ അവർക്ക് മുൻപാകെ വന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻസിബ പക്ഷേ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നീനാക്കുറുപ്പ് എന്ന അമ്മയുടെ ഓഫീസിലേക്ക് എത്തിയേക്കാമെന്നും കേൾക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഇത് ഉയർന്നു വരുന്നുണ്ട്. ഇതൊരു ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടമായിട്ട് ഇതെല്ലാം തന്നെ മാറുകയും ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോടെ ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡൻ്റാണ്, അവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നേരത്തെ ഇവരൊരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നു. ഇത് താരസംഘടനയ്ക്കകത്ത് തന്നെയായിരുന്നു. അവരൊരു ചേരിതിരിവ് വ്യക്തമാക്കുന്ന രീതിയിലുള്ളൊരു പരാതിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് സംഘടനയ്ക്കകത്ത് നടക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. വലിയ രീതിയിലുള്ള രൂക്ഷമായ ചേരിതിരിവായിട്ട് പുതിയ ഭാരവാഹിത്വം വന്നത് മുതൽ മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വലിയ ആക്ഷേപം ഉയരുന്നത് ശ്വേതാമേനോന് പ്രസിഡന്റിനെ ഈ സംഘടനയെ കൃത്യമായി നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ബൈലോ പ്രകാരം ഇതിൻ്റെ ഒരു അധികാര കേന്ദ്രങ്ങളെല്ലാം തന്നെ വരുന്ന ഡാനിയിലേക്ക് വരാം. അൻസിബ ഹസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി അൻസിബ, താങ്കൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ശരിവെക്കുകയാണ് നീനാക്കുറുപ്പ്. ഇതിൽ എന്ത് ഇടപെടലാണ് താങ്കൾ ഇനി പ്രതീക്ഷിക്കുന്നത്? യാതൊരു പ്രതീക്ഷയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.